അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് പെർസെപ്ഷൻ ആൻഡ് ഡെസിഷൻ മേക്കിംഗ് ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഫസ്റ്റ് ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് പെർസെപ്ഷൻ എന്നുള്ളതാണ്. അതായത് ഒറ്റ വാക്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ചിന്താഗതി എന്നുള്ളതാണല്ലോ. അപ്പോൾ പെർസെപ്ഷൻ എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടേതായിട്ടുള്ള സ്വഭാവ രീതികളുണ്ടാകും. അതൊക്കെ ഈ ഒരു പെർസെപ്ഷൻ ചിന്താഗതിയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരാളുടെ പെർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ആസ്പെക്റ്റിലും ഓരോരുത്തർക്കും വ്യത്യസ്ത ചിന്താഗതികളാണ് ഉണ്ടാവുക. അത് അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രധാനമായിട്ടും 3 മേജർ കാറ്റഗറികളിലാണ് ഇതിൻ്റെ ഘടകങ്ങളായി ഫാക്ടേഴ്സിനെ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്, ഒരു പെർസീവർ എന്ന നിലക്ക് ഒരു ചിന്താഗതി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫാക്ടറുകളാണ് ഇതിലേക്കുള്ള അയാളെ നയിച്ച മോട്ടീവ്സ് എന്താണ്, പിന്നെ അതുപോലെ അയാളുടെ താല്പര്യങ്ങൾ എന്താണ്, അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്ന എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണുള്ളത്, പിന്നെ അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അയാളൊരു പെർസീവർ എന്ന നിലയ്ക്ക് അയാൾക്ക് ഉണ്ടാകുന്ന ഫാക്ടറുകൾ. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയാണ് അയാളുടെ ടാർഗറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഒരു ചിന്താഗതി കൊണ്ടുവരാനുള്ള എന്തൊക്കെ ലക്ഷ്യബോധങ്ങളാണ് അയാൾക്ക് ഇതിന് പിന്നിലുള്ളത്, അതിനെ കുറിച്ചാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തേതായിട്ട് സിറ്റുവേഷണൽ ഫാക്ടേഴ്സാണ്. അതായത് വ്യത്യസ്ത കോണ്ടാക്സ്റ്റുകളിൽ അയാൾക്ക് ഇതേ കാര്യം തന്നെ ചിലപ്പം ഒരു സ്ഥലത്ത് ഒരു കോണ്ടാക്സ്റ്റിൽ ഒരു രൂപത്തിലായിരിക്കും അയാളുടെ ചിന്താഗതി ഉണ്ടാവുക. അതേസമയം മറ്റൊരു സാഹചര്യത്തിൽ അയാൾക്ക് വേറൊരു ചിന്താഗതി ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ കോണ്ടാക്സ്റ്റ് എന്താണ് ഇതിന് പ്രധാനമാണ്. പിന്നെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നതാണ് ആട്രിബ്യൂഷൻ തിയറി എന്നുള്ളൊരു സെക്ഷനുണ്ട്. അതായത് ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള തോട്ടുകൾ വരും. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു, അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അയാൾക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കില്ലേ ബെസ്റ്റ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അയാളുടെ ചിന്താഗതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതുതന്നെ 2 രൂപത്തിലുണ്ടാകും. ഇൻറ്റേർണൽ ആട്രിബ്യൂഷൻ ഉണ്ടാവും, എക്സ്റ്റേണൽ ആട്രിബ്യൂഷൻ. ഇങ്ങനെ 2 രൂപത്തിൽ എന്ത് ചെയ്യും, അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും മറ്റൊരു സംഭവമാണ് മെൻ്റൽ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെയും ബ്രെയിന് വർക്ക് ചെയ്യുന്നത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അതായത് അയാളുടെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലുത്. അതായത് അയാൾ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് അനുഭവജ്ഞാനം അതിലുള്ളതിനനുസരിച്ചായിരിക്കും അയാൾ ഓരോ കാര്യങ്ങളിലും ചിന്തിക്കുന്നതും അയാൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ പരമാവധി ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു കാര്യം വളരെ ഷോർട്ട് കട്ടായിട്ട് എങ്ങനെ ചെയ്ത് തീർക്കാം ആ രൂപത്തിൽ ചിന്തിക്കും. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള എളുപ്പവഴികളും ഷോർട്ട് കട്ടുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും. പിന്നെ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിലെ ഹെഡിങ് നമ്മൾ പറഞ്ഞ സംഭവമാണ് പെർസെപ്ഷനും പിന്നെ ഡെസിഷൻ മേക്കിങ്ങുമാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ എന്താണ് ഡെസിഷൻ മേക്കിംഗ്? അതിൻ്റെ കുറച്ച് മോഡലുകളുണ്ട്. ഡെസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷനിൽ ഓരോരുത്തർക്കും തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഏതൊക്കെ രൂപത്തിൽ തീരുമാനം എടുക്കും, അതിൻ്റെ മോഡലുകളാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ആ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം നമ്മൾ നേരിടുമ്പോഴാണല്ലോ അതിലൊരു തീരുമാനം എടുക്കുക. ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിലൊരു തീരുമാനം എടുക്കുന്നത് അതിൻ്റെ സോൾവിങ് ആയിട്ടാണ്, അതിനെ പരിഹരിക്കലാണല്ലോ. അപ്പോൾ ഒന്നാമത്തേത് ആ ഒരു പ്രോബ്ലം ക്ലിയറായി നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആ ഒരു തീരുമാനം എടുക്കാനുള്ള ക്രൈറ്റീരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതൊക്കെ രൂപത്തിൽ അതിന് തീരുമാനം എടുക്കാൻ കഴിയുന്നുള്ളത്. പിന്നെ ആ ക്രൈറ്റീരിയകളുടെ പ്രാധാന്യത്തിനനുസരിച്ച് നമ്മളതിന് എന്ത് ചെയ്യുക വേർതിരിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു സംഗതിയാണ്, ഈ ഒരു ക്രൈറ്റീരിയയാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ മുന്തിക്കണം ആ രൂപത്തിൽ. പിന്നെ 4ാമത്തേത് എല്ലാവിധ
ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റായി കിടക്കുന്ന എല്ലാവിധ എന്താണ് പറയുക സാഹചര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇപ്പോൾ ആൾട്ടർനേറ്റീവ്സ് എന്നാണ് പറയുക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അഞ്ചാമത്തത്, ഈ ഒരു ക്രൈറ്റീരിയക്ക് എതിരാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോഴേ അതിൽ നിന്ന് എതിരാകുന്ന ഈ ക്രൈറ്റീരിയകളെ എതിരാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും. ആറാമത്തത്, നല്ല അതിൽ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. പിന്നെ ഡേഞ്ചർ സോണുകളുണ്ട്. ഒരു ഡെസിഷൻ മേക്കിംഗ് നമ്മൾ ചെയ്യുമ്പോൾ, തീരുമാനം എടുക്കുമ്പോൾ അതിൽ ഓവർ കോൺഫിഡൻസ് പാടില്ല. അങ്ങനെ നമ്മളൊരു മേലെ നിന്ന് നോക്കിയിട്ട് എല്ലാം വിലയിരുത്തിയതിന് ശേഷം ഒരു ആങ്കറിങ് രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ഒറ്റയടിക്കുള്ള തീരുമാനങ്ങളൊന്നും വിജയത്തിലെത്തൂല എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഡേഞ്ചർ സോണുകളും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഡെസിഷൻ മേക്കിങ്ങിൻ്റെ ഏരിയയിൽ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷൻ ഇതിലുള്ളത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ ഏറ്റവും ക്രിയേറ്റീവായി ചിന്തിക്കുമ്പോഴേ ആ രൂപത്തിലുള്ള ഡെസിഷൻ മേക്കിംഗ് അയാളിൽ നിന്ന് വരുള്ളൂ. നല്ല ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യണം ആദ്യം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. പക്ഷേ അടുത്തൊരു ചാപ്റ്ററിൽ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.